ആരടാ? ഔസപ്പേ, അപ്പുക്കുട്ടാ, സാറാമേ. അയ്യോ സാറേ, എന്തു പറ്റി? ആരാടോ ലോക്കപ്പിൽ സംസാരിച്ചത്? സംസാരിച്ചോ? അതിലൊന്നും ആരുമില്ല സാറേ. ആ നാരദം മാത്രം കിടന്ന ചുരുളൂടി കിടന്ന് ഉറങ്ങുക. ഉറക്കത്തിൽ സ്വപ്നം കണ്ടായിരിക്കും വല്ലവരും സംസാരിക്കുന്നത്. ആ സാർ ഇന്നലെ കഴിച്ച സാധനത്തിന്റെ എഫക്റ്റാ. നീ വന്നേടാ. ആരാടാ ഇവിടെ സംസാരിച്ചത്? ആ, ഞാൻ ഉറങ്ങാൻ പോയ തക്കൻ നോക്കി നീ ലോക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? റാസ്കൽ, നിന്നെ ഞാൻ... അയ്യോ, എന്തുവാടാ ഇത്? ചാത്തനോ? ആൾമാറാട്ടോ? അതോ കുട്ടിച്ചാത്തനോ? അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ. അധികം കമ്മീഷൻ ഓഫീസിൽ പോയിരിക്കും. പറഞ്ഞില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എവിടെ? കുട്ടമ്പിള്ള കഴിച്ചു സുഖമില്ലാതെ കിടപ്പിലാണ് സാർ. നിങ്ങൾ പോയി നാരദിനെ വിളിച്ചോണ്ട് വാ. പോളിഗ്രാഫ് ടെസ്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. എന്തോ നാരദിനെ എടുത്തുകൊണ്ട് വരാൻ? നാരദേട്ടാ, പാടോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സാർ, നമുക്ക് ഇവിടെ തന്നെ തെളിയിപ്പിക്കാമായി. യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ പ്രതിയാക്കാനാണോ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്? കീഴ്വഴക്കം അങ്ങനെ ആയിരുന്നു. ഉത്തരവ്. അയ്യോ, തന്റെ കൈക്കെന്ത് പറ്റിയോ? നാരദനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറ്റിയതാണ് സാർ. ഓഹോ, അങ്ങോട്ട് പറയേ. ഷർട്ടോടല്ലോ. വേഗം വന്നാട്ടെ. ഈ സൈക്കിൾ എടുക്കാനല്ല, എനിക്ക് അറിയില്ല ധാരാണ്. ഇതിനെ ചവിട്ടിയാ മതിയൊന്നും. കൈയും കാലും വയ്യാതിരുന്നാലും ഫോണിന്റെ ഒരു കുറവുമില്ല. ഹലോ, SI കുട്ടമ്പിള്ള സ്പീക്കിംഗ്. കമ്മീഷൻ അദ്ദേഹമാണോ? ആ നാരദനെ കൊണ്ടുപോയി സാർ. അങ്ങ് എത്തിയില്ലേ? അയ്യോ, ഫയർ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. അതിനിടയ്ക്ക് എവിടെ സാറേ ജീപ്പ് എടുത്തോ? എന്റെ തല പുകയുന്നതാ. കമ്മീഷൻ അദ്ദേഹമാണ് വിളിച്ചത്. ഇപ്പൊ വന്നത് പോലീസ് ഓഫീസേഴ്സ് അല്ല, അവരുടെ ആളുകൾ ആരെങ്കിലും ആയിരിക്കും. അയ്യോ, ചതിച്ചോ ദൈവമേ. അപ്പൊ നമുക്ക് സസ്പെൻഷനോ പ്രൊമോഷനോ? ആ, രണ്ടും കൂടിയാണ്. മിക്കവാറും രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും. അവസരപ്പേ വിളിക്കുന്നതാ. എന്തോ കൂട്ടാ വിളിക്കുന്നതാ. എന്തോ സാറാമേ, അവരെങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പിടിക്ക്. എനിക്ക് കൈയും കാലും വയ്യോ. സാറ് പോന്നോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചോളാം. അയ്യോ, എവിടെ പോയടാ? എങ്ങോട്ട് പോയമാര്? എവിടെ സൈക്കിൾ? എവിടെ വേല? എവിടെ എന്നെ എടുക്കണ? അത് നിന്ന ഓടത്തില്ല, ഓടിയ വിട്ടിട്ടില്ല. അപ്പഴേ കഴിച്ചു പോകുന്ന സമയം എല്ലാരും ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടോ കേട്ടോ. എയർപോർട്ടിൽ നോക്കണം, ഷിപ്പിൽ നോക്കണം, സകല സ്ഥലത്തും നോക്കണം. ചവിട്ടല മുന്നോട്ട് പോട്ടെ, അങ്ങോട്ട് ഓട്ടെ, ഓടി. നമുക്ക് ആ കാറും ചെക്കപ്പ് ചെയ്തിട്ട് പോവാം. കണ്ടോ, വല്ലാത്ത കിടപ്പയാണ്.
സുഖമായിട്ട് ഉറങ്ങാം. എന്റെ ഉറക്കം കാണിച്ചു തരാം. ബുള്ളറ്റ് വലിച്ചിട്ട് തള്ളയാണല്ലോ. മോളകത്ത് തന്നെ ഉണ്ട്. മോളനുണ്ടോ? അയ്യോ, 2 ശവം. സാറേ സാറേ സാറേ, ഒന്ന് സാറേ, ഇരട്ടക്കൊലപാതകം. സിനിമാ നടി ബുള്ളറ്റ് വലിപ്പിക്കും തള്ളയോടും. ഇത് വന്ന് ആരെങ്കിലും തന്നെയായിരുന്നു. ഞാനിവിടെ കാവലിൽ നിന്നുള്ള നിങ്ങൾ പോയി അവന്മാരെ പിടി. ശരി 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 ശരി. വിട്ടോ വിട്ടോ. നിങ്ങളുടെ പോലീസുകാർ കാണിച്ച ഉത്തരവാദിത്വമില്ലായ്മയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒന്നടങ്കമാണ് ചീത്തപ്പേര്. കൈക്കൂലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ പോലീസുകാരാണ് സാർ അവിടെ ഉള്ളത്. നാമൊക്കെ ഈ കാക്കി വിട്ട് നടന്നിട്ട് എന്ത് ഫലം? കയ്യിൽ കിട്ടിയ പ്രതിയെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഇത്തരക്കാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പോലീസുകാർക്ക് കഴിവില്ലാതായി പോയതിന് ആ നാരദന്റെ പിന്നിൽ ഏതോ ഒരു കൊള്ളസംഘമുണ്ടെന്ന് വളരെ വ്യക്തമാണ് സാർ. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെ സസ്പെൻഡ് ചെയ്യണം സാർ. സംശയമുള്ള എല്ലാ വാഹനങ്ങളും കർശനമായി ചെക്ക് ചെയ്യണം. അവന്മാർ അതിർത്തി കിടക്കാൻ സമയമായിട്ടില്ല. എയർപോർട്ടിൽ ഞാൻ തന്നെ പോയിക്കൊള്ളാം സാർ. യെസ്, നിങ്ങൾക്കല്ലേ അയാളെ കണ്ടാൽ അറിയാവുന്നത്. സാർ. യെസ്, എസ് പി ഹിയർ. സിനിമാ നടി ബുള്ളറ്റ് പത്മിനി കാറല്ലോ പ്രതി. ഓ ആ, സിനിമാ നടി ബുള്ളറ്റ് പത്മിനിയെയും അവരുടെ തള്ളയെയും കാറിലാരോ കൊല ചെയ്തിട്ടിരിക്കുന്നു. നാരദിനോട് ബലാത്സംഗം ചെയ്തതായി ഒരു കേസ് നേരത്തെ നിലവിലുണ്ട് സാർ. അപ്പോൾ ഇതും അവൻ തന്നെയായിരിക്കാനാണ് സാധ്യത.
സിനിമാ നടി പത്നിയെയും അവളുടെ അമ്മയും കൊന്നത് എവരാണ്? ഞാൻ സംഗീട്ട് ചെയ്തു പോയതായ മാനി. ഇവൻ അവളുടെ മേക്കമ്പാനായിരുന്നു. ഇവനെ ഇന്ന് തന്നെ കോടതി ഹാജരാക്കണം. അയ്യോ, ഖാദറിന്റെ പ്രേതം മരിച്ചിട്ടില്ല. കെട്ടടിക്ക്, വായ കെട്ടടിക്ക്. എന്നെ ഓടിക്കും, 3 പേരെ ഒന്നിച്ചു പിടിക്കാൻ. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞില്ലേ? എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അത് പറ്റില്ല, ഞങ്ങളെ വിടില്ല. അങ്ങ് എവിടെ പോയാലും ഞാനും കൂടെ വരും. നാരായണ, തൽക്കാലം ഒരാൾക്കുള്ള പാസ്പോർട്ടും വിസയും മാത്രമേ കയ്യിലുള്ളൂ. കരയരുത് കൗസല്യേ. നാരദൻ നന്ദി കെട്ടവനല്ല. നിങ്ങളൊക്കെ ചെയ്ത ഉപകാരത്തിന് നാം എന്നെന്നും കടപ്പെട്ടവനാണ്. മംഗളാനുഭവന്തു. വരൂ, നമുക്ക് പോവാം. നാരായണ, ഇനിയും പോലീസ് സ്റ്റേഷനും? ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി. അതിനുള്ള ശിക്ഷയെ എനിക്ക് കിട്ടി. കമ്മീഷൻ മുതൽ IG വരെ താങ്കളെയും കാത്തിരിക്കുകയാണ്. വരൂ, പോവാം. എന്റെ IG എന്നെ കാത്ത് മുകളിലിരിക്കുന്നു. നാരായണ, ഖാദർ, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കൊലപാതകം തെളിയിക്കാത്തതിന് ആ മേനോൻ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേനോന്റെ ആളുകൾ ഒരു രഹസ്യ സംഘത്തിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിട്ടു. ഇവർ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ കൊല്ലുമായിരുന്നു. സത്യം ജയിച്ചു. ജയിച്ചത് ഞാനാണ്. ആ മേനോനെ എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യണം. നാരദരെ, കേരള പര്യടനം കെങ്കേവുമായെന്ന് കേട്ടല്ലോ. പരിഹസിക്കരുത് ദേവേന്ദ്ര. നാരദമുനി ആകെ പരീക്ഷയിലായിരിക്കുമല്ലോ. എന്തു പറ്റി? അടിയന് പറ്റിയത് പറയാൻ 1000 നാവുള്ള അനന്തന് പോലും പ്രയാസമായിരിക്കും. ഓഹോ, അത്ര രസകരമായിരുന്നു കേരള പര്യടനം. ഇത്ര പരമഭയങ്കരന്മാരാണ് അവിടെ ഉള്ളതെന്ന് അടിയൻ തീരെ കരുതിയിരുന്നില്ല. ദേവേന്ദ്രൻ എത്രയോ മാന്യൻ. കേരള പര്യടനത്തിൽ നാരദർ അനുഭവിച്ച കൊടിയ യാതനകൾ പരിഗണിച്ച് മഹർഷിക്ക് ഒരു പ്രത്യേക ബഹുമതി നൽകാൻ നാം കൽപ്പിക്കുന്നു. മഹർഷിക്ക് ഒരു രാഷ്ട്രീയ പെൻഷൻ കൂടി അനുവദിക്കണം. ഒന്നും വേണ്ട മഹാദേവ. എക്കാലവും ഈ പദസേവകനായിരിക്കാനുള്ള അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി.